കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് നാം വായിച്ചത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിച്ചു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും, എങ്ങനെയാണ്? സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ, വാക്യം മുഴുവൻ വായിച്ചിട്ട് പറയാം. നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു? സമ്പന്നൻ. ചേർന്ന് പറഞ്ഞ സമ്പന്നൻ, ഒന്നിനും കുറവില്ലാത്ത സമ്പന്നനായൊരു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സമ്പന്നത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകലത്തെയും സൃഷ്ടിച്ചതും സകലത്തിൻ്റെയും ഉടയവനുമാണ് സാക്ഷാൽ ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ. എപ്പോഴാണ് ദരിദ്രനായത്? ഭൂമിയിലേക്ക് താൻ ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ സമ്പന്നനായിട്ടല്ല ജനിച്ചത്. ഈ സാക്ഷാൽ ദൈവം സമ്പന്നനായി ജനിക്കുന്ന കൊട്ടാരത്തിൽ ജനിക്കാൻ ഒരു രാജകൊട്ടാരം താൻ തിരഞ്ഞെടുത്തില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്തിനാണ്? യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. ആ വെളിപ്പാട് മനസ്സിലായവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ്, ഞാൻ സമ്പന്നനാകേണ്ടതിന് യേശു ദരിദ്രനായി തീർന്നു. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം. അവിടെ അതിന്റെ കാരണക്കാരൻ ആരാണ്? ഓരോ മനുഷ്യനും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? സമ്പന്നൻ. ചേർന്നെല്ലാവരും പറഞ്ഞേ, സമ്പന്നൻ. ഇവിടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു തൻ്റെ സമ്പത്ത്, തൻ്റെ ഉന്നത പദവി, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, സകല പ്രപഞ്ചത്തിൻ്റെയും സകല സൃഷ്ടിയുടെയും കാരണഭൂതനായവൻ കർത്താവ്, ഇതെല്ലാം മനസ്സോടെ ഉപേക്ഷിച്ചു. എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ ചിലർ ദരിദ്രനും സ്തോത്രം കഷ്ടതയും പൈശാചികപരമായിരിക്കുന്ന പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് തകർന്ന ജീവിതത്തിൻ്റെ ഉടമയായിത്തീരുന്ന ഏവരെയും രക്ഷിച്ച് സമ്പന്നരാക്കാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ തൻ്റെ സമ്പന്നതയെ ഉപേക്ഷിച്ചു. പകൽ വിശ്വസിക്കുന്ന അത്ര പേരുണ്ട്? ഞാൻ സമ്പന്നനാകാൻ യേശു ക്രിസ്തു തൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുവാൻ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. താൻ അത് മനസ്സോടെ ഉപേക്ഷിച്ചു. മനസ്സോടെ ഉപേക്ഷിച്ചു. നോക്കുക, ഏതൊരു മനുഷ്യനും തൻ്റെ ഉന്നത പദവി ഉപേക്ഷിക്കാൻ മടിക്കും. ഏതൊരുവനും ഉന്നതനായിരിക്കുന്ന ഒരുവൻ താണിരിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഏറ്റവും ഉന്നതനിൽ നിന്ന് ഉന്നതനായിരിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തോത്രം, സാറാഫുകൾ ആരാധിക്കുന്ന ദൈവം, ആമേൻ, സകല സൃഷ്ടിയുടെയും കാരണഭൂതനായവൻ, ഹല്ലേലൂയ, നമ്മയൊക്കെ സൃഷ്ടിച്ച ദൈവം, ഈ സകല പ്രപഞ്ചത്തിന്റെ ഉടയവനായവൻ, സ്വർഗത്തിലെ കർത്താവ് തീരുമാനിച്ചു ഈ സമ്പന്നത ഉപേക്ഷിക്കാം. നിങ്ങൾ സമ്പന്നരാകേണ്ടത്. ഇതങ്ങ് വിശ്വസിക്കണം. ഇന്ന് ദൈവത്തിന്റെ വിടുതലുകള് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഇന്ന് പകൽ വ്യാപരിക്കണം. പല മേഖലകളിലേക്ക് മനസ്സോടെ അവൻ
ചില സമ്പന്നത ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, നീ സമ്പന്നനാകാൻ വേണ്ടിയാണെന്ന് ഇന്ന് പകൽ ആ ദൈവിക ശബ്ദത്തെ സ്വീകരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെസ്.